ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് മറൈൻ ഡ്രൈവിലാണ് കേട്ടോ. അപ്പോൾ മറൈൻ ഡ്രൈവിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാലേ, ഇവിടെ മറൈൻ ഡ്രൈവിൻ്റെ വാക്ക് വേയുടെ പണിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഈ പുതിയ കാഴ്ചകളൊക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ കാഴ്ചകളിലേക്ക് പോകാം. ഈ മറൈൻ ഡ്രൈവിൻ്റെ വടക്കേ എൻട്രൻസ് കൂടിയാണ് കയറിയിരിക്കുന്നത്. വടക്കേ എൻട്രൻസ് എന്ന് പറയുകയാണെങ്കിൽ വടക്കേ എൻട്രൻസ് കൂടി നേരെ കയറി ചെല്ലുമ്പോൾ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു ശില്പമുണ്ട്. അപ്പോൾ ഈ വടക്കേ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഹൈക്കോർട്ടിൻ്റെ നേരെ വടക്ക് വശം കൂടെയാണ് കയറിയേക്കണത്. ഇതിൻ്റെ വടക്കേറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോശ്രീ പാലത്തിൻ്റെ അറ്റമായിട്ട് വരും. അപ്പോൾ അവിടെ നിന്ന് ഞാനിപ്പോൾ തിരിഞ്ഞത് നേരെ തെക്കോട്ടാണ് കേട്ടോ. തെക്കോട്ട് തിരിയുമ്പോൾ ഇവിടെ നിന്ന് തെക്കേറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ KSRTC ബോട്ട് ജെട്ടി ഉണ്ടല്ലോ, അത് വരെ ഉണ്ട്. അവിടെ വരെ ഈ മറൈൻ ഡ്രൈവിൻ്റെ വാക്ക് വേ ഉണ്ട്. ഇപ്പോൾ ഈ മറൈൻ ഡ്രൈവിൻ്റെ വാക്ക് വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അബ്ദുൽ കലാം മാർഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു 2.5 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്നതാണ്. ഈ പടിഞ്ഞാറ് വശം കാണുന്നതാണ് വേമ്പനാട്ട് കായൽ. അപ്പോൾ വേമ്പനാട്ട് കായലിൻ്റെ സൈഡിലാണ് ഈ മറൈൻ ഡ്രൈവ് വാക്ക് വേ ഉള്ളത്. ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ, ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ ഈ ബിൽഡിങ്ങുകൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ ശരിക്കും പറഞ്ഞാൽ വേമ്പനാട്ട് കായലായിരുന്നു. അപ്പോൾ എറണാകുളത്തിൻ്റെ നവീകരണത്തിന് വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്താനായിട്ട് ഈ വേമ്പനാട്ട് കായലിൽ ഡ്രഡ്ജ് ചെയ്ത് ഇവിടെ നികത്തിയെടുത്താണ് ഈ വാക്ക് വേ ഉണ്ടാക്കിയെടുത്തതും. അതുപോലെ ഇവിടുത്തെ സ്ഥലമൊക്കെ നികത്തി കൊടുത്ത് സർക്കാർ പണം കണ്ടെത്തിയത്. ഇപ്പോൾ ഈ വാക്ക് വേ ഒക്കെ നവീകരിച്ചാണ്. വാക്ക് വേ ഒക്കെ ടൈലൊക്കെ ഇട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അതുപോലെ മുതിർന്നവർക്കായാലും ഫാമിലി ആയിട്ട് വന്നിരിക്കാനും എല്ലാം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പണി കംപ്ലീറ്റ് ആയിട്ടില്ല, ഏകദേശം ഒരു 95% പണി കഴിഞ്ഞെന്ന് പറയാം. ഇപ്പോൾ ഇനി നിസ്സാര പണികൾ കൂടി ചെയ്യാനുള്ളൂ. അപ്പോൾ അത് ഈ കാണുന്നതാണ് വേമ്പനാട്ട് കായൽ. ഈ കായലിൻ്റെ അക്കരെ കാണുന്നതാണ് ബോൾഗാട്ടി. അപ്പോൾ ഈ ബോൾഗാട്ടിയിലാണ് നമ്മുടെ ബോൾഗാട്ടി പാലസ്. അതുപോലെ ഈ ലുലുവിൻ്റെ കൺവെൻഷൻ സെൻറ്റർ ഉണ്ട് കേട്ടോ അവിടെ ബോൾഗാട്ടി തന്നെ. ഇപ്പോൾ നോക്കി ഇവിടെ എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഇപ്പോൾ ഇതിൻ്റെ വടക്കേ അറ്റത്തേക്ക് നമ്മൾ ചെന്നപ്പോഴും ഇതുപോലുള്ള കാഴ്ചകൾ തന്നെയാണ്. അവിടെ കുറച്ചുകൂടി മരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ മരങ്ങൾ കുറവാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ആദ്യത്തെ പാലം. ഇതുപോലൊരു 3 പാലങ്ങളാണ് ഈ മറൈൻ ഡ്രൈവിൻ്റെ വാക്ക് വേയിൽ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ പാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷിപ്പിൻ്റെ ആകൃതിയിൽ പണിതേക്കാണ്. അതിൽ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉള്ളൊരു പാലമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓപ്പൺ അല്ല, അതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കാണാമായിരുന്നു. ഈ പാലത്തിൻ്റെ അരികിലായിട്ടൊരു പ്രത്യേക ആകൃതിയിലുള്ളൊരു ബിൽഡിങ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് വ്യായാമം ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ GCDയുടെ തന്നെയാണ് ഇതൊക്കെ ചെയ്ത് വെച്ചേക്കണത്. ഇവിടെ തന്നെ എല്ലാവർക്കും വന്നിട്ട് ഇപ്പോൾ വെറുതെ ഇവിടെ സഞ്ചരിക്കാനും വെറുതെ കാണാൻ വന്നിരിക്കുന്നവർക്കാണെങ്കിൽ ഇവിടെ വെറുതെ ഇരിക്കാം. അല്ലാതെ വ്യായാമം ചെയ്യാനുള്ളവർക്കാണെങ്കിൽ ഇവിടെ നിന്ന് വ്യായാമം ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതെ ഈ ഇതിൻ്റെ സൈഡിൽ കൂടെ നടന്നതേ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് പണിയും കൂടി ചെയ്ത് തീർക്കാനുണ്ട്. ഈ കാണുന്ന ബിൽഡിങ്ങാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നേവിയുടെ ബിൽഡിങ്ങാണ്. നേവിയുടെ ഓഫീസർമാർക്കൊക്കെ താമസിക്കാനുള്ള ബിൽഡിങ്ങാണ്. ഇവിടം വരെ നേരത്തെ എറണാകുളത്തിൻ്റെ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്ന ഭാഗം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് ഈ കാണുന്ന സ്ഥലം നികത്തി ഈ വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ വന്നേക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അപ്പുറത്തുകൂടി വന്നിട്ട് ഹൈക്കോർട്ടിൻ്റെ ജംഗ്ഷൻ്റെ അവിടെ നേരെ കയറിയേക്കാനാണ്. നേരെ കയറുമ്പോൾ ഈ കാണുന്നത് പഴയ ജങ്കാർ ജെട്ടി ആയിരുന്നിട്ട് ഇവിടെ. അതായത് നമ്മുടെ വൈപ്പിൽ നിന്ന് വാഹനങ്ങളൊക്കെ വന്നിരുന്നത് ഇതിലെയാണ്. വൈപ്പിൽ നിന്ന് വാഹനങ്ങൾക്ക് വരാനായിട്ട് വേറെ വഴിയുണ്ടായിരുന്നില്ല. ഗോശ്രീ പാലങ്ങൾ വന്നതിന് ശേഷമാണ് ഇപ്പോൾ സുഗമമായിട്ട് യാത്ര ചെയ്യാനൊക്കെ പറ്റുന്നത്. അതിനു മുമ്പ് നേരെ വൈപ്പിൽ നിന്ന് വാഹനങ്ങൾ കയറ്റി ഒരു 10-20 മിനിറ്റ് കൊണ്ടാണ് എറണാകുളത്തേക്ക് എത്തിയിരുന്ന് വെച്ചത്. ഇപ്പോൾ ഈ ഗോശ്രീ പാലം വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ സുഖമായി, അല്ലെങ്കിൽ എന്ത് പണിയായിരുന്നു അറിയാമോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നേരെ തെക്കോട്ട് നടക്കുന്നതാണ്. തെക്കോട്ട് നടക്കുമ്പോൾ പടിഞ്ഞാറ് സൈഡിൽ വെമ്പനാട്ട് കായലിൽ ഒത്തിരി ബോട്ടുകളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. കേട്ടോ 2-3 നിലയുള്ള ബോട്ടുകൾ, അതുപോലെ ഈ സ്പീഡ് ബോട്ടുകളുണ്ട്. ഒരു 5-6 പേർക്ക് ഇരുന്ന് പോകാനുള്ള ചെറിയ ബോട്ടുകൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അത് പല നമ്മുടെ റേഞ്ചിനനുസരിച്ചുള്ള പല ബോട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഉള്ളത്തെ ഭക്ഷണമോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഭക്ഷണമോ അങ്ങനെയുള്ളതൊക്കെ ആയിട്ടുള്ള ബോട്ടുകളും എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ മറ്റുള്ള അതായത് ബോംബെയിലേക്കുള്ള മറൈൻ ഡ്രൈവിനേക്കാളും വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇവിടെ ഈ കായലിൻ്റെ തീരത്ത് തന്നെ വാക്ക് വേയും അതിനോട് ചേർന്ന് ഈ ഷോപ്പിംഗ് കോംപ്ലക്സുകളും പിന്നെ മറ്റു ഫ്ലാറ്റുകളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ടാണ് റോഡ് വരുന്നത്. മറ്റു ബോംബെയിലൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറൈൻ ഡ്രൈവിൻ്റെ സൈഡിനോട് ചേർന്ന് തന്നെ ഈ 4 വരിപ്പാത റോഡും അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നല്ല തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ പുതിയതായിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ട് നിറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഏകദേശം പണി തീർന്നെന്ന് വെച്ചാൽ തീർന്നൊരു മട്ടാണ് ഇവിടെ കാണുന്നത്. വലിയ വർക്കൊന്നും കാണുന്നില്ല. പിന്നെ അബ്ദുൽ കലാം സാറിൻ്റെ ചെറിയ പ്രതിമകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ബോട്ടുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ്. ലോക്ക്ഡൗൺ ആയിട്ട് ഈ ടൂറിസമൊക്കെ ആകെ ഡള്ളായിരിക്കണ കാരണം ബോട്ടുകളൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുന്നതാണ്. അങ്ങനെ ഇവിടെ നിന്നൊരു 2.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ വടക്കേറ്റം പോയിട്ടാണ് ഷൂട്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ ഈ മറൈൻ ഡ്രൈവിൻ്റെ പാർക്കിംഗ് എന്ന് വെച്ചാൽ ഇപ്പുറം ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇവിടെയാണ് കുറേ പരിപാടികളൊക്കെ ഇടയ്ക്ക് നടക്കാറുള്ളത്. ഇപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. ഈ ഭാഗത്തുനിന്ന് വെച്ചാൽ നല്ല തണലാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് മഴവിൽ പാലമുണ്ട്. ആ മഴവിൽ പാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ GCDA ഒക്കെ വരുന്നത്. GCDA പെൻഡാമേനൊക്കെ ആ ഭാഗമൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു മറ്റേ കൂൾ ഡ്രിങ്ക്സിൻ്റെ കടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് തൊട്ടരികത്തുള്ള കൂൾ ഡ്രിങ്ക്സിൻ്റെ കടയൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ ഞാനവിടെ ചോദിച്ചോ പറഞ്ഞത് ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് അത് തുറന്നിട്ടിട്ട് അവർക്ക് നഷ്ടമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കടയുള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ ആലപ്പുഴയിലൊക്കെ ഉള്ള ഈ വള്ളത്തിലുള്ള ഹൗസ് ബോട്ട് ഉണ്ടല്ലോ, അതുപോലത്തെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അത് കുറവാണ് ഇവിടെ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കായലും അഴിമുഖത്തിനോട് ഒക്കെ ചേർന്ന് കിടക്കുന്ന സ്ഥലമുള്ള. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉള്ളത് വലിയ വലിയ ബോട്ടുകൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെയാണ്. മറ്റേ വള്ളത്തിലുള്ള ഈ ഹൗസ് ബോട്ട് പോലുള്ള സംഭവങ്ങൾ ഇവിടെ കുറവാണ്. ഇവിടെ എന്ന് വെച്ചാൽ സേഫ്റ്റിക്ക് പ്രാധാന്യമുള്ളതുകൊണ്ടും കൂടുതൽ ആഴമുള്ള ഏരിയ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബോട്ടുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് നടന്നിട്ട് നമ്മൾ പടിഞ്ഞാറേക്ക് നോക്കലാണെങ്കിൽ നമുക്ക് അറബിക്കടൽ കാണാൻ പറ്റും. അറബിക്കടൽ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ഈ വൈകുന്നേരങ്ങളിൽ സൺസെറ്റ് കാണാനായിട്ട് ഉള്ള ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നേരെ ഓടി വൈപ്പിൻ്റെയും കൊച്ചിയുടെയും ഇടയിലായിട്ട് അവിടെ ബോട്ട് നിർത്തിയിട്ട് നമുക്ക് സൺസെറ്റ് കാണാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെയുള്ള ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് ഇവർ റൈറ്റൊക്കെ ചാർജ് ചെയ്യണത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വന്ന ടിക്കറ്റ് കൗണ്ടറിൽ കണ്ടത് സൺസെറ്റ് ക്രൂയിസ് 5:30 തുടങ്ങി 7:30 വരെ 500 രൂപ ഉണ്ട്. അത് പെർ ഹെഡാണ്. പിന്നെ ലഞ്ച് ക്രൂയിസ് ആണെങ്കിൽ 11 മണി തുടങ്ങി 1 മണി വരെ 850. ഡിന്നർ ക്രൂയിസ് ആണെങ്കിൽ 8:30 തുടങ്ങി 10:00 വരെ 1250. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ റേറ്റ് കണ്ടത്. ചിലപ്പോൾ നമുക്ക് തിരക്കൊക്കെ ആണെങ്കിൽ അത് ബാർഗൈൻ ചെയ്ത് അതൊക്കെ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നണം. മുമ്പൊക്കെ അങ്ങനെ സൗകര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കണ്ടോ സ്പീഡ് ബോട്ടുകൾ ചെറുത് ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ ലേക്ക് ഷോർ എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ 2, 4, 6, 8, 9 പേർക്ക് ഇരിക്കാനുള്ളതാണ് കേട്ടോ. 9 പേർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 യാത്രക്കാർ, 9 ഒരാൾ ഡ്രൈവറായിരിക്കുള്ളൂ. അതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ അതുപോലെ 2 പേർക്ക് മാത്രം പോകാനുള്ളതും അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഇവിടെ കിടപ്പുണ്ട്. എന്തായാലും ഇതൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഈ കായലിൽ കിടന്നിട്ട് ഇളകുന്നൊക്കെ അങ്ങനെ ഇതൊക്കെ നോക്കി അപ്പർ ഡെക്ക് ഉള്ളതുണ്ട്. അതിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പർ ഡെക്കുള്ള ബോട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ. ഇതിവിടെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് അങ്ങനെ വരുന്ന പരിപാടികളാണ് ഈ ചെറിയ ഈ സ്പീഡ് ബോട്ടുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ സുസുക്കിയുടെ എൻജിനൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ബോട്ടുകളൊക്കെ ഉണ്ട്. അതുപോലെ ഞാനൊന്ന് നോക്കി പെട്രോൾ ടാങ്ക് എവിടെ നോക്കിയപ്പോൾ ചെറിയൊരു കുപ്പി പോലെയാണ് വെച്ചേക്കണം പെട്രോൾ ടാങ്ക് ഇവിടെ. ഒരു കുപ്പിയിലാണ് പെട്രോള്. അപ്പോൾ ഇത് നല്ല മൈലേജ് ഉണ്ടായിരിക്കും. പിന്നെ അധികം ദൂരം പോകില്ലല്ലോ. ഇവിടെ വെറുതെ റൗണ്ട് ചെയ്ത് ഇറക്കണ പരിപാടി ആയിരിക്കുള്ളൂ. ഇതിൻ്റെ റേറ്റ് ഒന്നും അവിടെ അവർ എഴുതിയിട്ടില്ല. ഈ സ്പീഡ് ബോട്ടിൻ്റെ ഈ ക്രൂയിസ് ഇതിൻ്റെ റേറ്റൊക്കെയാണ് അവർ എഴുതിയേക്കണത് ഇവിടെ. ഈ കൊച്ചിൻ എന്നും പറഞ്ഞ ക്രൂയിസ് കൊച്ചിൻ അതിൻ്റെ റേറ്റൊക്കെ എഴുതിയേക്കണം 850, 1250 ഒക്കെ എഴുതിയേക്കണം. അതിൻ്റെ റേറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്നതാണ് മഴവിൽ പാലോട്ടാ. ഈ മഴവിൽ പാലത്തിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മുടെ GCDയും അതുപോലെ ഫെഡറൽ ബാങ്കിൻ്റെ ഉണ്ട്. പിന്നെ അപ്പുറം പെൻഡാമേനൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്ത് ഭംഗിയാണ് നോക്കി കിടക്കുന്നതാ. ഒരുപാട് ബോട്ടുകൾ കിടപ്പുണ്ട് കേട്ടോ. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. എനിക്ക് പെണ്ണിട്ട് തന്നെ തീരാത്ത രീതിയിലാണ് ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്നത്.
അപ്പോൾ നല്ല സീസൺ ടൈമൊക്കെ ആണെങ്കിൽ ഈ കൊറോണയൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് ഓടേണ്ട ഒരു ടൈമായിരുന്നു. ഇവിടെ എന്തോരം ആൾക്കാരായിരിക്കും പറയാം ഫോറിനേഴ്സ്. ഇപ്പോൾ കൊച്ചിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മെയിനായിട്ട് ഈ പുറത്തുനിന്നൊക്കെ വന്നവർ ചെയ്യുന്നൊരു ഇതാണ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അത് കൊച്ചിയിലൊരു പ്രധാന ഒരു ആകർഷണമാണ് ഈ ബോട്ടിങ്ങും ഈ മറൈൻ ഡ്രൈവും. അതുപോലെ ഈ ഷൂട്ടിങ് നിങ്ങൾ ഒട്ടുമിക്ക സിനിമകളിലും കണ്ടിട്ടുണ്ടാവും ഇവിടുത്തെ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. നിങ്ങൾ ചില സിനിമകളൊക്കെ എടുത്ത് നോക്കി തന്നെ അറിയാൻ പറ്റും. പല സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റുന്നതായിരിക്കട്ടെ. ഇവിടെ നിന്ന് എന്താ ഇവിടെ എനിക്ക് നിന്നിട്ട് തന്നെ നല്ല കാറ്റാണ് കേട്ടോ. പടിഞ്ഞാറെന്നുള്ള നല്ല കാറ്റടിക്കുന്നത്. പിന്നെ ഈ ഇത് കണ്ടോ വാച്ച്, വലിയ വാച്ച് പോലെ ചെയ്തേക്കണം. അതായത് നമ്മുടെ സ്വിസ് ടൈം ഹൗസിൻ്റെ വാച്ചാണ് വെച്ചത്. അത് GCDയിലുള്ള ഒരു ഷോപ്പാണ്, അവരുടെ ഒരു പരസ്യമായിട്ട് വെച്ചേക്കണമെന്ന് തോന്നണം. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെറിയ സ്പീഡ് ബോട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് അടിപൊളി യാത്രയാണ് കേട്ടോ. ഇത് നിനക്ക് ഈ ഇതിലെന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് സെറ്റപ്പാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. പരിചയക്കുറവുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ബെൽറ്റൊക്കെ ഇട്ട് ഇരുന്നില്ലെങ്കിൽ പണി കിട്ടും, തെറിച്ച് പോകും. വെച്ചിങ്ങനെ പറന്ന് പോകണോട്ടാണ് ഈ താനം പോണത്. ഇത് കയറാമെന്ന് വെച്ചാണല്ലോ നല്ല ധൈര്യമുള്ളവർക്ക് മാത്രം പറ്റിയ പരിപാടിയാണ്. കാരണം വെള്ളത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പറന്ന് പോണ പോലൊരു ഫീലിംഗ് ആയിരിക്കുള്ളൂ. പിടിച്ചിരിക്കുക, ബെൽറ്റൊക്കെ ഇട്ട് സേഫ്റ്റി ആയിട്ടിരിക്കുക. പിന്നെ ഇവിടെ കുഴപ്പമൊന്നുമില്ല, അവർ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടായിരിക്കുള്ളൂ നമ്മളെ ഇരുത്തണം. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ കൊറോണ ടൈമൊക്കെ കഴിയുമ്പോൾ ഒന്ന് വരാം. ചെറിയ വഞ്ചി കിടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ടീം ഇവിടെ വഞ്ചിക്ക് വന്ന് ഇറങ്ങിപ്പോയതാണ്. അവർ ഇവിടെ മീൻ പിടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കെട്ടി ഇങ്ങനെ വഞ്ചി ഇവിടെ കെട്ടിയിട്ടിട്ട് അവർ അപ്പുറത്ത് നിന്ന് മാർക്കറ്റിലേക്ക് പോയേക്കാണ്. അതായത് നമ്മുടെ ഈ മറൈൻ ഡ്രൈവിൻ്റെ കിഴക്കോട്ട് സൈഡ്, അതായത് GCDയുടെ അതിൽ കിഴക്കോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബ്രോഡ്വേയിൽ എത്താൻ പറ്റും. ബ്രോഡ്വേയിൽ എന്തോ കടയിലേക്ക് പോയതാണെന്ന് പറഞ്ഞത്. നേരെ നോക്കുമ്പോൾ കാണുന്ന 2 ക്രെയിൻ കണ്ട, അതാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ കേട്ടോ. ഇപ്പോൾ വലിയ കണ്ടെയ്നർ ഷിപ്പൊക്കെ വരുന്ന ഏരിയയാണ് കാണുന്നത്. അപ്പോൾ വലിയ കണ്ടെയ്നർ ഷിപ്പൊക്കെ വന്നതെന്ന് വെച്ചാൽ ഈ അഴിമുഖത്തിൻ്റെ ആഴം എത്ര ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്കാമല്ലോ, അത്രയ്ക്ക് ആഴമുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ കൊച്ചി എന്ന് പറയണത് എൻ്റെ ഈ ഇടത്ത് ഭാഗത്ത് കാണുന്ന ദ്വീപ് ഈ സ്ഥലമാണ് കൊച്ചി എന്ന് പറയണത്. വലത്ത് വശത്തായിട്ടാണ് നമ്മുടെ വൈപ്പിൻ കരയൊക്കെ വരുന്നത്. വൈപ്പിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപാണ് അത് കേട്ടോ. അപ്പോൾ ആ ഭാഗമൊക്കെയാണ് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് കണ്ടത്. പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ ബോട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ ആ നേരെ കാണുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട ആദ്യത്തെ പാലത്തിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങുകളാണ് ആ കണ്ടത് കണ്ട. ആദ്യത്തെ പാലത്തിൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ല, അവിടെ വരെ ആദ്യം മറൈൻ ഡ്രൈവ് വാക്ക് വേ ഉണ്ടായിരുന്നുള്ളൂ, മറൈൻ ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞത് അതാണ് ആ കാണുന്നത്. ഇതിപ്പോൾ 2ാമത്തെ പാലം, മഴവിൽ പാലം. ഇനി ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഒരു പാലം കൂടിയുണ്ട്. ഈ കാണുന്ന ഏരിയയാണ് നമ്മുടെ നേവൽ ബേസിൻ്റെ ഭാഗം. പിന്നെ അപ്പുറത്ത് ഐലൻഡ് അതൊക്കെ കാണുന്ന കേട്ടോ, വില്ലിംഗ്ടൺ ഐലൻഡൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ആ കാണുന്ന ഭാഗങ്ങൾ. അതൊക്കെ ഇതുപോലെ തന്നെ ട്രെഡ്ജ് ചെയ്ത് ഉണ്ടാക്കിയ ഭാഗങ്ങളാണ്. ഇത് പണ്ട് സായിപ്പിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ സംഭവമാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. അപ്പോൾ അതിൻ്റെ കഥയൊക്കെ ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇപ്പോൾ ഒരുപാട് പേരെ കണ്ടവരൊക്കെ ആയിരിക്കുള്ളൂ. ഇപ്പോൾ കാണാത്തവർക്കാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാണുന്ന കാഴ്ചകൾ നിങ്ങളോട് പറയുന്നത് കേട്ടോ. അല്ലാതെ സ്ഥിരം കാണുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ ഇത് ബോറടിക്കാൻ സാധ്യതയുണ്ട്. അല്ലാത്തവർക്കാണെങ്കിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് കണ്ട മഴവിൽ പാലം. ഇതിൻ്റെ അടിയിലും ഒരു ചെറിയ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. സംഭവം അടിപൊളി സെറ്റപ്പ് പാലമുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഇങ്ങനെ ഈ തൂക്കിയിട്ടേക്കണ പോലെയാണ് നമുക്ക് തോന്നുന്നത്. മുകളിൽ ആർച്ച് പോലെ ഇത് വന്നിട്ട് അതിങ്ങനെ പാലം ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ തോന്നും. ഇവിടെയാണ് ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തതാണ്. ദിലീപിൻ്റെ സിനിമകൾ, അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ, പിന്നെ മോഹൻലാലിൻ്റെ സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലമാണ് ഈ കാണുന്നത്. ഇനി ഇതാ പോണുണ്ട്, അതാണ് നമ്മൾ ഷൺമുഖൻ റോഡ് എന്ന് പറയുന്നത്. ആ വണ്ടികൾ പോകുന്ന ഏരിയയാണ് ഷൺമുഖൻ റോഡ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോഴാണ് അറബിക്കടൽ കാണാൻ പറ്റുന്നത്. നേരെ പടിഞ്ഞാറേക്ക് നോക്കുമ്പോൾ അറബിക്കടൽ നേരെ നമുക്ക് കാണാം. ഇതിലാണ് കപ്പൽ ചാലായിട്ട് ഉള്ള ഏരിയയാണ് അത്. പിന്നെയും ഇവിടെ നിന്ന് അപ്പുറത്തേക്കൊക്കെ ഇറങ്ങി പോകുമ്പോൾ ഇഷ്ടംപോലെ ബോട്ടിംഗ് സെൻറ്ററുകളൊക്കെ ഉണ്ട്. പാർക്കിംഗ് ഏരിയ ആണെങ്കിൽ ഒരുപാട് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ വന്നപ്പോൾ കുറച്ച് പേരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്ത് ഭംഗിയാണ് നോക്കി, നല്ല കാറ്റുണ്ട്, നല്ല വെയിലുമാണ്. നല്ല നട്ടുച്ച സമയത്താണ് ഞാനിവിടെ വന്നേക്കുന്നത്. അങ്ങോട്ട് നോക്കിയേ, നമ്മുടെ
ഐലൻഡാണ് കാണുന്നത്. ഐലൻഡിൽ ഐലൻഡിൽ നമുക്ക് വേറൊരു ദിവസം കാണിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോകുന്നതാണ്. ഈ പാലത്തിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെയും ഒരു നല്ല സൂപ്പർ ഒരു സംഭവം ഉണ്ട്. ഇവിടെ കാണിച്ചു നേരത്തെ ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ടാകുന്ന ഞാൻ നോക്കട്ടെ. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടൊക്കെ കുറച്ച് നാളായി. ആ പാലത്തിൻ്റെ അടിഭാഗത്ത് നോക്കി ഇവിടെ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈകുന്നേരമൊക്കെ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. അതായത് GCD തന്നെ സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സ്പീക്കറുകളിൽ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ അപ്പുറത്തെ സൈഡിലുള്ള ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ചാത്തിയാത്ത റോട്ടിലേക്കുള്ള മറൈൻ വാക്ക് വേ, അവിടെ ഇപ്പോഴും സംഭവമുണ്ട്. ഇവിടെ ഇപ്പോൾ അങ്ങനെ പണിയൊക്കെ ഫുള്ളാകാത്തതുകൊണ്ട് നടക്കുന്നുള്ളൂ. ഇതാണ് നമ്മളുടെ GCDA കോംപ്ലക്സ് കേട്ടോ. GCDA കോംപ്ലക്സ് ആണ് കാണുന്നത്. അപ്പോൾ ഈ എൻട്രൻസിൽ കൂടെ നമുക്ക് GCDA കോംപ്ലക്സിലും ഇവിടെ അടുത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് കയറാൻ പറ്റും. അതുപോലെ നമ്മൾ ഷൺമുഖം റോഡ് വഴിയാണ് വരുന്നതെങ്കിൽ നമുക്ക് വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. GCDയുടെ ഫ്രണ്ടിലൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇതിനുള്ളിലൊക്കെ നിറച്ച് മൊബൈലിൻ്റെ സർവീസ് സെൻ്ററുകളും മൊബൈലിൻ്റെ ഷോപ്പുകൾ, മൊബൈലിൻ്റെ അക്സസറീസ് കിട്ടുന്ന സാധനങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഈ GCDയുടെ ഉള്ളിലുള്ളത്. മൊബൈലിൻ്റെ ഇപ്പോൾ കൂടുതൽ ഷോപ്പുകളുള്ളത് പെൻറ്റാമിനയിലാണ് കേട്ടോ. കൂടുതൽ സർവീസും അതിൻ്റെ പാർട്സുകളൊക്കെ കിട്ടുന്നത് പെൻറ്റാമിനയിലാണ്. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഞങ്ങളുടെ APJ സാറിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ക്ലാസ് മുറിയിലെ അവസാനത്തെ ബെഞ്ചുകളിലാണ് പലപ്പോഴും രാജ്യത്തെ ഏറ്റവും നല്ല തലച്ചോറുകളെ കണ്ടെത്താനാവുക. പുള്ളിയുടെ പ്രധാനപ്പെട്ട വാക്യങ്ങളൊക്കെ എഴുതിയ ഫലകങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഗ്രാനൈറ്റിലായിട്ട് ഇങ്ങനെ കുത്തി വെച്ചേക്കുന്നതാണ്. ഇത് സിസ്റ്റം ഹൗസിൻ്റെ ബോർഡ് കണ്ടില്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വാച്ച് വലിയത് അവിടെ കണ്ടില്ലേ, ആ ബോട്ടിംഗ് സെൻ്ററിൻ്റെ അടുത്ത്, അതാണ് അകത്തുണ്ട് കേട്ടോ. പിന്നെ ബേ ഓഫ് പ്രൈഡ് മാൾ ഉണ്ട്. ഇതാണ് ബേ ഓഫ് പ്രൈഡ് മാള്. ബേ ഓഫ് പ്രൈഡ് മാളും കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക്, അതായത് തെക്കോട്ട് തന്നെ നടക്കുമ്പോഴാണ് നമ്മുടെ താജ് മലബാർ ഹോട്ടലുണ്ടല്ലോ, താജിൻ്റെ ഹോട്ടലുള്ളത്. ഈ കാണുന്നത് അവരുടെ പ്രൈവറ്റ് ബോട്ടിംഗ് സെൻ്ററാണ് കേട്ടോ. അവിടെ വരുന്ന ടൂറിസ്റ്റുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു ബോട്ടിംഗ് സെൻ്ററാണ്. അപ്പോൾ അവരുടെ ബോട്ടുകൾ മാത്രമേ അടുപ്പിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നേരെ കിഴക്കുവശത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ താജ് ഹോട്ടൽ. അവിടെ നമ്മൾ പിന്നെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഏരിയയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയെന്ന് വെച്ചാൽ നല്ല മരത്തിൻ്റെ തണൽ പറ്റി നമുക്ക് കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കാം. അവിടെ ഓളം നോക്കിയാൽ വേമ്പനാട്ടുകായലിങ്ങനെ നല്ല ഓളത്തിലിങ്ങനെ വന്നുകൊണ്ടിരിക്കണം. നല്ല തിരമാല പോലെ വന്നിങ്ങനെ അടിക്കണം. ചെറിയൊരു ഈർപ്പം പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ തെക്കോട്ട് ഇങ്ങനെ നടന്ന് നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് തെക്കോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനീ നടക്കണതിൻ്റെ തൊട്ട് കിഴക്കേ സൈഡിൽ തന്നെയാണ് താജ് മലബാർ ഹോട്ടലുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ അകലെ കാണുന്നത് നമ്മുടെ ആ 2 ക്രെയിൻ കണ്ടതാണ്. നമ്മൾ അവിടെ നോക്കിയപ്പോഴും വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ കണ്ടിരുന്നല്ലോ. അപ്പോൾ ഇതാണ്, ഈ പാലമാണ് നമ്മൾ പറഞ്ഞ 3ാമത്തെ പാലം വരുന്നത്. ഇത് നോക്കിയേ, നല്ല ഭംഗിയായിട്ടുള്ളൊരു പാലമുണ്ട്. ഇതെല്ലാം ഈ 3 പാലങ്ങളും വരുന്നത് ഇങ്ങനെ മുകളിലേക്ക് കുറേ സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ടാണ് നമ്മൾ പാലത്തിൻ്റെ മുകളിലേക്ക് എത്തുന്നതായിട്ടുള്ള സംഭവങ്ങൾ. ഈ വാക്ക് വേ മാത്രമാണ്, അതായത് വണ്ടികളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. ഈ പാലങ്ങളുണ്ടെന്ന് പറഞ്ഞ് വണ്ടികൾ പോകാനുള്ള പാലമല്ല. അപ്പോൾ നേരെ മുകളിലേക്ക് നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി എത്തുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഷിപ്പിൻ്റെ മോഡലുള്ള പാലം കണ്ട്, മഴവിൽ പാലം കണ്ട്. ഇതിപ്പോൾ എന്ത് മോഡലാണ് പാലം എന്ന് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി കേട്ടോ. ശരിക്കും പറഞ്ഞത് ഇങ്ങനെ കമ്പികളിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കണ പോലെയുള്ള കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല ഭംഗിയിൽ, ഈ മുകളിൽ നല്ല ഭംഗിയിൽ ഈ കായലിലെ കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും നമുക്ക്. ഇവിടെയും കുറച്ച് ബോട്ടുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ബോട്ടിങ്ങിൻ്റെ ഈ ഇപ്പുറത്തെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളാണ്. ഈ ബിൽഡിങ്ങൊക്കെ നേരത്തെ ഉള്ള ബിൽഡിങ്ങുകളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്നത് നമ്മുടെ ചിൽഡ്രൻസ് പാർക്കാണ്. ഇതിൻ്റെ സൈഡിലായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ അടച്ചിട്ടേക്കാണ്. അവിടെയും ഇതുപോലെ പുതുക്കി പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ വന്നാൽ ഇപ്പോൾ ഈ കൊറോണയൊക്കെ മാറിയിട്ട് തുറന്നു കൊടുക്കുള്ളൂ. ഈ കാണുന്ന നോക്കി ഒരു കെട്ട് വള്ളത്തിൻ്റെ ഷേപ്പിൽ, അതായത് ഹൗസ് ബോട്ടിൻ്റെ ഷേപ്പിൽ ചെയ്തേക്കണ കേട്ടോ. ഇതൊരു റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റും ജ്യൂസ് പാർലറും എല്ലാം കൂടിയുള്ള സംഭവമാണ്. നല്ല അടിപൊളി ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതും
ഈ പനമ്പൊക്കെ ഉണ്ടല്ലോ, പനമ്പ്, അതായത് നമ്മൾ ഹൗസ് ബോട്ട് ഉണ്ടാക്കുന്ന പനമ്പിൻ്റെ ഇത് വെച്ചാണല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ചെയ്ത് വെച്ചാണ്, പനമ്പൊക്കെ കൊണ്ട് നല്ല സെറ്റപ്പായിട്ട് ചെയ്ത് വെച്ചാണ് ഒരു ജ്യൂസ് പാർലറാണ്. അപ്പോൾ ആ ജ്യൂസ് പാർലറും കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്ന് നമ്മൾ ആകെ അവശതയായി. എന്ന് വെച്ചാൽ നട്ടുച്ചക്കാണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മളേതായാലും കുറച്ച് വെള്ളമൊക്കെ കുടിച്ച്, ഇവിടെ ഒരു ഇത്തിരി വെള്ളമൊക്കെ കുടിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഈ അറ്റം വരെ വന്ന്. അപ്പോൾ ഇതിൻ്റെ അറ്റത്തുനിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ബോട്ട് ജെട്ടിയാണ്. അപ്പോൾ ബോട്ട് ജെട്ടിയുടെ അങ്ങോട്ട് ഞാൻ പോയില്ല, ബോട്ട് ജെട്ടിയുടെ അടുത്തേക്ക് പോകാണ്ട് കുറച്ച് അവിടെ വെച്ച് തിരിച്ചിങ്ങോട്ട് പോരണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ ആ താജ് മലബാർ ഹോട്ടലിൻ്റെ സൈഡിലുള്ള ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കണ സംഭവങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ ആൾക്കാർ ഒത്തിരി ഇരിപ്പുണ്ട്. ഇത് താജിൻ്റെ ബാക്ക് സൈഡിലെ എൻട്രൻസ് ആണ്. അത് ഇപ്പോൾ അവർക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിലെയാണ് അവർ പുറത്തേക്ക് വന്നിട്ട് അവരുടെ ടൂറിസ്റ്റുകളെ അവരുടെ പ്രൈവറ്റ് മറ്റേ ബോട്ടിങ്ങിൽ അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിലോട്ടൊന്നും നമുക്ക് പ്രവേശനമില്ല, ഇതിൽ കൂടി കയറാനും പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഷൺമുഖം റോഡിൽ നിന്ന് മഴവിൽ പാലത്തിൻ്റെ സീൻ എടുത്തത് കേട്ടോ. ഇപ്പോൾ ഷൺമുഖം റോഡ്, അതായത് നമ്മൾ കണ്ട ഇതാണ് ഷൺമുഖം റോഡ്. ഇപ്പോൾ ഷൺമുഖം റോഡ് കഴിഞ്ഞ് നമ്മൾ ഹൈക്കോർട്ടിൻ്റെ ഭാഗം കഴിഞ്ഞ് വടക്കോട്ട് വരാനാണ്. വടക്കോട്ട് വരുമ്പോൾ നോക്കി നമ്മൾ നേരെ ഗോശ്രീ ജംഗ്ഷനിലേക്ക്, അതായത് ഗോശ്രീ പാലത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ചാത്യാത്ത് റോട്ടിൽ ഇതുപോലെ മറീന വാക്ക് വേ ഉണ്ട്. അപ്പോൾ അങ്ങടേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ മറൈൻ ഡ്രൈവ് കാണിച്ചപ്പോൾ പിന്നെ അതുകൂടി കാണിക്കാതിരിക്കുന്ന ഒരു ഭംഗി കുറവായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ അതുകൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. കണ്ടോ, ഇതിപ്പോൾ ഏതാണ്ട് ഇവിടെ ഒരു മതൽ പണിത് വെച്ചേക്കണ വിട്ടാണ്. അതായത് വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് മതൽ പണിത് വെച്ചേക്കണ വിട്ട്. അതായത് നമ്മളിപ്പോൾ കേരളത്തിലാണെന്നുള്ളൊരു ഫീലേ നമുക്ക് തോന്നൂല. ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഗൾഫിലൊക്കെ നിൽക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഭയങ്കര വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, ഫ്ലാറ്റുകൾ. ഇതിവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഗോശ്രീ പാലം കയറി വൈപ്പിൻ, വല്ലാറുപാടം, മുളകുപാട് അങ്ങനെയൊക്കെ പോകുന്ന വഴിയാണ്. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നേരെ തന്നെ പോന്നിട്ട് അത് നമ്മൾ ചാത്യാത്ത് റോഡാണ്. ചാത്യാത്ത് റോഡ് എന്ന് വെച്ചാൽ ലൂർദ്, ചിറ്റൂർ, പച്ചാളം അങ്ങോട്ടൊക്കെ പോകുന്ന വഴിക്ക് തന്നെ വരണതാണ്. ഈ ഇവിടുത്തെ ഈ ഫ്ലാറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടത്ത് വശത്ത് നമുക്ക് അടുത്ത മറൈൻ ഡ്രൈവിൻ്റെ വാക്ക് വേ അടുത്ത് തുടങ്ങിയത്. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് സൗകര്യപ്രദമായിട്ട് എവിടെ വേണമെങ്കിലും ഇങ്ങനെ വണ്ടി ഓടിച്ച് തന്നെ എത്താവുന്ന രീതിയിലാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് തന്നെ കാണിക്കാം കേട്ടോ, ഇങ്ങനെ നിർത്തി കാണിക്കുന്നുള്ളത്. ഇവിടെയൊക്കെ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ല കേട്ടോ, ഡിവറോവേഴ്സ് മ്യൂസിക് ഉണ്ടാകുന്ന സംഭവങ്ങൾ. ഒരു പച്ച കളർ ഒരു ചെറിയൊരു ഇതുപോലെ ഇപ്പുണ്ട്, അത് സ്പീക്കറുകളാണ്. അപ്പോൾ അതിലേക്കൂടി ഇങ്ങനെ പാട്ടുകളുണ്ടായിരിക്കും. ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ പാട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ, കാരണം ഇപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് ഇപ്പോൾ ആൾക്കാരൊന്നും വരുന്നില്ല. അപ്പോൾ ഇത് കണ്ടോ, നല്ല ടൈലൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ താന്തോന്നിത്തുരുത്ത്, ഈ പൈപ്പിൻ ചോട്ടിലെ പ്രണയം എന്ന് പറഞ്ഞുള്ള സിനിമയില്ല, അത് ഷൂട്ട് ചെയ്ത സ്ഥലം ഈ കരയുടെ പടിഞ്ഞാറ് വശത്തായിട്ടാണ്. ഇപ്പോൾ പുതിയ ഫ്ലാറ്റുകളൊക്കെ ഇവിടെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുപ്പിച്ച് ഒരേപോലത്തെ ഷേപ്പിലുള്ള ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ സൈഡിലാണെങ്കിൽ നല്ല ഭംഗിയുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അതുപോലെ നടുക്കാണെങ്കിലും ഈ റോഡിൻ്റെ നടുക്കാണെങ്കിലും നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ വെച്ച് നന്നായിട്ട് അലങ്കരിച്ച് നല്ല സെറ്റപ്പായിട്ട് നല്ല രസമായിട്ടുള്ള രീതിയിലാണ് ഇവിടെയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ സീനറിയെ കാണുമ്പോൾ എന്താ രസം നോക്കിയേ, നമ്മൾ കേരളത്തിലാണെന്ന് തന്നെ നമുക്ക് തോന്നാത്ത രീതിയിലുള്ള ഇതാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ അവിടെ 2.5 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇവിടെ ഈ സൈഡ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 കിലോമീറ്റർ ഇതുമുണ്ട്. നമ്മളിപ്പോൾ ഗോശ്രീ പാലത്തിൻ്റെ വടക്ക് വശത്ത് നിന്ന് ഓടിച്ച് വരുമ്പോഴത്തേക്കും 2 കിലോമീറ്ററോളം ദൂരം ഇവിടെയുമുണ്ട്. ഇവിടുത്തെ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. അവിടെ ഇപ്പോൾ രണ്ടാമതൊന്ന് പുതുക്കി പണി തന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഐ ലവ് യു കൊച്ചിൻ എന്നും പറഞ്ഞൊരു ഇതില്ലേ, അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. മിക്കവരും വീഡിയോയിൽ ആദ്യം കാണിക്കുന്ന സംഭവം ഇവിടെ ആയിരിക്കുള്ളൂ. അപ്പോൾ ആ സംഭവം കൂടി ഞാൻ കാണിച്ചു തരാം. അതെ, ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തന്നെ ഒത്തിരി പേരിങ്ങനെ നിൽക്കുന്നുണ്ട്. ആൾക്കാർ ക്യൂ ആയിരിക്കുള്ളൂ. ഈ സമയത്തൊന്നും കുഴപ്പമില്ല, അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ തിരക്കായിരിക്കുള്ളൂ. അതെ, അതാണ് ഈ സംഭവം. അതാണ് നമ്മുടെ ചാത്തിയത്ത് റോഡിലതെ മറീന വാക്വേയുടെ എൻഡാണ് ഈ വരുന്നത്. ഇവിടം വരെയാണ് നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ എൻഡ് വരുന്നത്. ഐ ലവ് കൊച്ചി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മിക്കവരും ഫോട്ടോ എടുത്തൊക്കെ ഇടുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാലം പോലെ ഉണ്ട് കേട്ടോ. ഈ പാലത്തിൻ്റെ അപ്പുറം കുറച്ച് സംഭവങ്ങളും കൂടെ ഉണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് ഓടിച്ച് കാണിക്കാം. അതെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ, വ്യായാമം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെയും ഉണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ ഇപ്പോൾ എൻ്റെ അപ്പോൾ ഫ്രണ്ട്സ്, എറണാകുളത്തെ മറൈൻ ഡ്രൈവിലെ പുതിയ കാഴ്ചകൾക്ക് ഇതൊക്കെയാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.